ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ലൈനിങ്ങിൻ്റെ തുണി 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു സാരിയുടെ തുണിയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈനിങ് നമുക്ക് എത്രത്തോളം വീതി വേണം അതനുസരിച്ച് മടക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 4ആയിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് മടക്കിയിടാവുന്നതാണ്. ആദ്യം നീളത്തിൽ മടക്കിയിട്ട് വീതിയിൽ പിന്നെ മടക്കിയിടാം. ലെങ്ത്ത് എങ്ങനെയാണോ കിട്ടുന്നത് അതനുസരിച്ച് മടക്കിയിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 44 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങിൽ ഒരു 2 ഇഞ്ച് വരെ കുറവ് എടുക്കാം. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കിട്ടുന്ന രീതിയിലൊന്ന് മടക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൽ നമുക്ക് 41 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ സൈഡിൽ നിന്ന് ഒരറ്റത്തേക്ക് എത്രയാണോ നമുക്ക് ഷോൾഡർ, അപ്പോൾ എനിക്ക് 12 ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയത്. ആ ഒരു 12നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് താഴേക്ക് ആം ഹോൾ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം സൈഡിലോട്ടൊന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി അവിടെ നമുക്ക് ബാക്കിയുള്ള മാർക്കിംഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് ആം ഹോൾ 1 ഇഞ്ചിൽ കോർണർ ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അത് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൽ നിന്ന് താഴേക്ക് ബാക്ക് നെക്ക് ലെങ്ത്ത് 4.5 ഇഞ്ചിലും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 5.5 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഏത് ഷേപ്പിലാണോ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് അതനുസരിച്ച് ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ എവിടെയാണ് മാർക്ക് ചെയ്യണമെന്നൊക്കെ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് ഒരു ചെസ്റ്റ് മാർക്ക് ചെയ്യണം. നമ്മൾ ആ നീട്ടി വരച്ച ഭാഗമില്ലേ ആം ഹോളിൻ്റെ അവിടെ, അതിന് മുമ്പായിട്ട് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ വിഡ്ത്തിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. ചെസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് ടേപ്പ് റൗണ്ട് ചെയ്ത് പിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ. 1.5 ഇഞ്ച് അലവൻസും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബദരയും 1.5 ഇഞ്ച് അലവൻസും മാർക്ക് ചെയ്തു. ഇനി ഷോൾഡർ ടോപ്പിൽ നിന്നും താഴേക്ക് ഒരു 13 ഇഞ്ച് ഷേപ്പിനായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. എത്രയാണോ ഷേപ്പ് കിട്ടുന്നത് അതിൻ്റെ കൂടെയും 2 ഇഞ്ച് കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത്. ആ ഷേപ്പിൻ്റെ അവിടെ ഞാൻ എത്രയാണോ അളവ് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 8.5 ഞാനിവിടെ മാർക്ക് ചെയ്തത്. 1.5 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 19 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ 1 ഇഞ്ചാണ് നമ്മൾ അലവൻസ് കൊടുക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ 1.5 ഇഞ്ച് കൊടുത്ത് ഇവിടെ മാത്രം 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ വേസ്റ്റിൻ്റെ റൗണ്ട് അലവൻസ് അടക്കം എത്രയാണോ കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് താഴെ ബോട്ടത്തിൻ്റെ ഭാഗം മാർക്ക് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് 1.5 ഇഞ്ചിലോ 2 ഇഞ്ചിലോ കൂട്ടി കൊടുക്കാം. അപ്പം അതനുസരിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത്, വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ വീതി കൂടിയാൽ പിരിഞ്ഞു പോകും ചിലപ്പോൾ. അപ്പം ഞാൻ 1.5 ഇഞ്ച് മാത്രം കൂടുതൽ ഇട്ടിട്ട് കട്ട് ചെയ്യണുള്ളൂ കേട്ടോ. അതിന് ശേഷം ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് വരച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടം ഭാഗത്ത് നമുക്ക് എത്രയാണോ വേസ്റ്റ് റൗണ്ട് കിട്ടിയത് അലവൻസ് അടക്കം കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് മാത്രം കൂട്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം ആം ഹോൾ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഷോൾഡർ സ്ലോപ്പിനായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് താഴേക്ക് നമ്മൾ ഇനി 5.5 ഇഞ്ച് ഉണ്ടാവുള്ളൂ. ആ ഒരു 5.5 ഇഞ്ചിൻ്റെ പകുതി നമുക്ക് എടുത്തിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കോർണർ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ആ മാർക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിലവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാവും 2 ഇഞ്ച് മാത്രം കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ നമുക്ക് പേടിയുള്ളവർക്കൊരു 4 ഇഞ്ച് വരെ കൂട്ടാവുന്നതാണ്. ഷേപ്പിൻ്റെ അവിടെ ഒരു 3 ഇഞ്ച് കൂട്ടാവുന്നതാണ് കേട്ടോ. 2 ഇഞ്ചിന് പകരം 4 ഇഞ്ചൊക്കെ കൂട്ടിയിട്ട് നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല തുണി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു സാരിയുടെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് അതിൻ്റെ അടിയിൽ വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നീളം കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അലവൻസ് അടക്കം 44 ഇഞ്ചിന് വേണ്ടത്, അത് ഞാൻ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് ആം ഹോളും ബാക്ക് നെക്കും സെപ്പറേറ്റ് ആദ്യം കട്ട് ചെയ്യുക, അതിന് ശേഷം ഫ്രണ്ട് ആം ഹോളും ഫ്രണ്ട് നെക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യണ്ട. അപ്പോൾ സ്ലീവിനായിട്ട് സാരിയുടെ തുണിയാണ് എടുക്കുന്നത്, അതിന് ലൈനിങ് വെക്കണില്ല കേട്ടോ. തുണീനെ 4 മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡുള്ള ഭാഗത്ത് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അലവൻസ് അടക്കം 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഞാനിവിടെ വെച്ച് കൊടുത്തത്. അപ്പോൾ മുകളിൽ വരുന്ന ഭാഗമാണ് ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ആം ഹോൾ എത്രയാണ് 6 ഇഞ്ചാണ് കിട്ടിയിട്ടുണ്ടായത്, അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂട്ടിയിട്ട് 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു കേട്ടോ. ആ ഒരു 8 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊരു എസ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് മാറ്റി നീക്കിയിട്ട് വേണം ആ എസ് ഷേപ്പ് മാർക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഓരോരുത്തരും കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതനുസരിച്ചായിരിക്കും അതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ടാവുക. ഞാനിതുപോലെയാണ് കേട്ടോ ചെയ്യണത്. അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ 5.25 കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസ് ചേർത്തിട്ട് ഷേപ്പ് ചെയ്ത് ആ 3 പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായില്ലേ, 3 ഇഞ്ച് മുകളിൽ നിന്ന് താഴേക്കായിട്ട് ആ ഒരു പോയിന്റിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സ്ലീവ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ലൈനിങ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി, അതാണ് ആദ്യം ഇത് കാണിച്ചത് കേട്ടോ. അപ്പോൾ ലൈനിങ് അതേ അളവിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം നിവർത്തി വെച്ചതിന് ശേഷം ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയോളം നമ്മുടെ കട്ടിങ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.